നമ്മളിപ്പോൾ ഒരു ഭീകരമായ ഉരുൾപൊട്ടൽ പ്രദേശത്ത് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു ഉദ്ദേശം തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിന്റെ പ്രഭവ സ്ഥാനം മുതൽ താഴോട്ട് വന്നിട്ട് ഇതിന്റെ കാരണം എന്താണ്, ഇതിന്റെ പ്രഭാവം എന്താണ്, ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന അൺസ്റ്റെബിലിറ്റി, ദുർബല പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിപ്പോൾ ഏറ്റവും ഉയർന്ന പ്രദേശമായിട്ട് അത് പൊട്ടിയ ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നിട്ട് താഴോട്ട് ഞങ്ങൾ വരിക എന്നാണ് ഉദ്ദേശം. ഈ പ്രദേശത്ത് ഞങ്ങൾ ഏതാണ്ട് 2-3 ദിവസം സ്പെൻഡ് ചെയ്യും. അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള റിപ്പോർട്ട് സർക്കാരിന് അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് സമർപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ടീമിൽ 6 പേരോളം ഉണ്ട്. ടീം മെമ്പേഴ്സാണ് നിങ്ങൾ ഈ കാണുന്നവരെല്ലാവരും. വിവിധ മേഖലകളിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരാണിത്. എന്റെ പേര് ജോൺ മത്തായി, കൂടെയുള്ള പ്രദീപ് സാറ്, ദൃശ്യ മാഡം, താര മാഡം, ശ്രീവത്സ സാറ്, അങ്ങനെ എല്ലാവരും, ഷിനു, അങ്ങനെ എല്ലാവരും ഉണ്ട്. സാറേ, എന്തെങ്കിലും ഒരു ടൈം ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ? ടൈം ഫ്രെയിം ഉണ്ട്. നമ്മൾ ഏറ്റവും പെട്ടെന്ന്, ആ ടൈം ഫ്രെയിം അല്ല പ്രധാനം, ഇത് പഠനം കഴിഞ്ഞ് ഏറ്റവും പെട്ടെന്ന് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് ബാക്കി കാര്യങ്ങൾ തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. സാർ, അതുപോലെ ഇവരെ ഈ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള, അപ്പൊ സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം അത് നിങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ? സന്ദർശിക്കണമെന്നുണ്ട്, പക്ഷെ ആദ്യമേ ഇത് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി മറ്റേലോട്ട്. ഇവിടുന്ന് എന്തെങ്കിലും പ്രധാനമായിട്ട് ശേഖരിക്കുന്നുണ്ടോ? മണ്ണോ അങ്ങനെ എന്തെങ്കിലും ശേഖരിക്കുന്നുണ്ട്. സാമ്പിൾ ശേഖരിക്കും. ബാക്കി നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പിന്നെ വന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പ്രാഥമിക വിലയിരുത്തൽ ഇപ്പോൾ നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ട്, ഞങ്ങളല്ല, വേറെ ടീമുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീം ഞങ്ങളുടേതായ നിഗമനത്തിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള ഫീൽഡ് ഇതിലേക്ക് പോവുകയാണ് ഞങ്ങൾ. അത് ഇപ്പം പറയാനൊക്കെ ഞങ്ങളൊന്ന് പോയി കണ്ടുകൊള്ളട്ടെ. കണ്ട് കാര്യങ്ങൾ ശേഖരിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങളുണ്ടാക്കി ഞങ്ങൾ കൊടുക്കുക. നമ്മൾ ഒരുവിധം ഞങ്ങൾ പാലിക്കാം എന്നുള്ള വിശ്വാസമുണ്ട് ഇപ്പോൾ. എന്തിനാ കൂടുതലായിട്ട് ഊന്നൽ നൽകുക? അങ്ങനെയല്ല, പ്രധാന ഊന്നൽ ഇവിടെ സേഫ് ഏരിയ ഏതാ, അൺസേഫ് ഏരിയ ഏതാണ്, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ വല്ലതും ഉണ്ടോ, അതും കൂടെ നോക്കിയെടുക്കുക എന്നുള്ള ഒരു പ്രത്യേക ഊന്നൽ അതിനകത്താണുള്ളത്. എന്നാലും ഈ ഒരു പ്രക്രിയ ഈ വയനാട് മേഖലയിലുണ്ട്. അതിന് ഇവിടെ ഒന്നിപ്പം നമുക്ക് കേരളത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയൊരു ഉരുൾപൊട്ടൽ നടന്നിരിക്കുക. അത് ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനായിട്ടൊരു അവസരമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താനൊക്കത്തില്ലല്ലോ. അതും കൂടി ഇതിനകത്ത് പ്രധാനപ്പെട്ട. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശം ഇവിടെ അനേകമുണ്ട്. 300 മില്ലിമീറ്റർ മഴ കൂടുതൽ പെയ്യുവാണെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുമാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ പ്രദേശങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനെ തരംതിരിച്ച് നമ്മളിനി കൂടുതൽ സൂക്ഷ്മ ലെവലിൽ തരംതിരിച്ച് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സേഫ് ഏരിയ, അൺസേഫ് ഏരിയ എന്നുള്ള. കേടുപാടുകൾ പറ്റിയിട്ടുള്ള സേഫ് ഏരിയ ആണെങ്കിൽ അവർക്ക് നമുക്ക് തിരിച്ചുപയോഗിക്കാമല്ലോ. അല്ല, സാധാരണ നമുക്കൊരു 150 മില്ലിമീറ്റർ 200 മില്ലിമീറ്റർ താഴെയാണ് സാധാരണ മഴകളൊക്കെ ഒരു ദിവസം കൊണ്ട് പെയ്യുന്നത്. നമുക്കിവിടെ ഒരു ദിവസം പെയ്യുന്ന മഴയുണ്ട്, അതിതീവ്രമായി ഏതാനും മണിക്കൂറുകൾ പെയ്യുന്ന മഴയുണ്ട്. അപ്പൊ അങ്ങനെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ നാച്ചുറലി പ്രദേശത്തിന് വഹിക്കാവുന്ന കൂടുതൽ വെള്ളം അവിടെ വന്ന് ശേഖരിക്കുകയാണ്. അത് ഒഴുകിപ്പോകാനുള്ള സാധ്യത, ഒരു ചാല് വേണം, അതിനുള്ള പാത്ത് വേണം. അതില്ലാതെ വരുമ്പോൾ ആ മണ്ണും അതുമായിട്ട് താഴോട്ട് വരും. എന്തൊക്കെയായാലും ഇതൊക്കെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളൊന്ന് പോയി നോക്കിക്കോട്ടെ. ഓക്കെ, താങ്ക് യു ഓൾ വെരി മച്ച്.